അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ മുൽക്കിൻ്റെ പുണ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ് സൂറ മുൽക്ക്. ജാമിഅ തിർമിദിയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തീർച്ചയായും ഖുർആനിൽ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. അത് ഒരു മനുഷ്യന് പാപമോചനം ലഭിക്കുന്നതുവരെ ശുപാർശ ചെയ്യുന്നു. അത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് രക്ഷകനാണ്, ഖബറിന്റെ അദാബിൽ നിന്ന് അത് രക്ഷിക്കുന്നു. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നയാൾ ഖബറിൽ അടക്കം ചെയ്യുമ്പോൾ അവൻ തലയുടെ ദിശയിൽ നിന്ന് മുന്നോട്ട് നീങ്ങുകയും ഖബറിന്റെ ശിക്ഷയിൽ അള്ളാഹുവിന്റെ മുമ്പാകെ ശുപാർശ ചെയ്യുകയും ചെയ്യും. അള്ളാഹു തആല അതിൽ നിന്നു അവന് പുറത്തു കൊടുക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യന് ഖബറിൽ ശിക്ഷയുമായി അടുക്കുമ്പോൾ അദാബ് അവൻ്റെ കാലുകളിൽ നിന്ന് അടുത്തുവരും. അപ്പോൾ അവൻ്റെ കാലുകൾ പറയും, നിങ്ങൾക്ക് ഈ വശത്തിൽ നിന്ന് പോകാൻ കഴിയില്ല, കാരണം അവൻ സൂറ മുൽക്ക് പാരായണം ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അദാബ് അവൻ്റെ നെഞ്ചിയുടെ ഭാഗത്തിൽ നിന്ന് പോകാൻ അടുക്കുമ്പോൾ നെഞ്ച് പറയും, നിങ്ങൾക്ക് ഈ വശത്തിൽ നിന്ന് പോകാൻ പറ്റൂല, കാരണം അവൻ സൂറ മുൽക്ക് പാരായണം ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അദാബ് അവൻ്റെ തലയുടെ വശത്തിൽ നിന്ന് പോകാൻ അടുക്കുമ്പോൾ തല പറയും, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂല, കാരണം അവൻ സൂറ മുൽക്ക് പാരായണം ചെയ്തുകൊണ്ടിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് സൂറ മുൽക്ക് പാരായണം ചെയ്താൽ അവൻ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടും. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പാണ് സൂറ മുൽക്ക് പാരായണം ചെയ്യേണ്ടത് എന്ന് കൂടുതൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ നാം എല്ലാവരും എല്ലാ ദിവസവും കഴിയുന്ന രീതിയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓതാൻ ശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്താണെങ്കിലും ശരി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.